രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇന്നലെ മറ്റൊരു പെൺകുട്ടി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണ പരാതിയുമായി രംഗത്തെത്തി എന്നുള്ള വാർത്ത പറയുന്നത്. അത് ചാനലുകളൊക്കെ പതിവ് പോലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ന്യായങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കോടതി തീരുമാനിക്കട്ടെ, അത്രേ പറയുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കുരുക്ക് ആണ് എന്നാണ് എന്റെ പരമായ സംശയം. നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാം. ഏതായാലും വാർത്ത വരുന്നത് രാഹുലിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി എന്നാണ്. KPCC പ്രസിഡന്റിന് പരാതി ലഭിച്ചു. പരാതി DGP കൈമാറി. ഏതായാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു നല്ല കാര്യം ചെയ്തു. കിട്ടിയ പരാതി പോലീസിന് കൈമാറി. സാധാരണ സഖാക്കന്മാര് ഇതിന്റെ ഇടയിൽ ഇന്നലെ TV-യിൽ കേട്ട ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? അതായത് ഈ മെയിൽ 3 ദിവസം മുമ്പട്ട മെയിൽ അയച്ചിരുന്നു അത്രേ. അതായത് മെയിൽ അയച്ച തീയതി 3 ദിവസം മുമ്പാണ്. ഒരുപക്ഷെ ഈ സണ്ണി ജോസഫ് എല്ലാ ദിവസവും മെയിൽ നോക്കിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ആ മെയിൽ കിട്ടിയ ആള് സണ്ണി ജോസഫിനെ വിവരം അറിയിക്കാൻ 2-3 ദിവസം വൈകി എന്നുള്ളതൊന്നുമല്ല. ആ ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് നേരത്തെ മെയിൽ കിട്ടിയിട്ടും ഇവരിത് എന്താ പറയാ പൂഴ്ത്തി വെച്ചു അല്ലെങ്കിൽ മറച്ചു വെച്ചു എന്നൊക്കെയാണ് സഖാക്കൾ ഉളുപ്പുമാനില്ല പറയുന്നത് കേട്ടോ. ഈ സഖാക്കന്മാർക്ക് ഇമ്മാതിരി മെയിൽ കിട്ടിയാൽ എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. സഖാക്കന്മാർക്കാണ് ഈ രീതിയിൽ ഒരു മെയിൽ കിട്ടുന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരത് പോലീസിൽ കൊടുക്കും. അമ്മ പരിപാടിയില്ല, പോലീസ് കൊടുക്കുന്ന പരിപാടിയില്ല. ശ്രീമതി ടീച്ചറെയും ബാലനെയും വിളിപ്പിക്കും, അല്ലേ? അതല്ലേ ശ്രീമതി ടീച്ചറും ബാലനും മറ്റേ യന്ത്രം കൊണ്ടുവരും. ആ യന്ത്രം കൊണ്ടുവന്ന് നോക്കും, പരിശോധിച്ച് നോക്കും. തീവ്രത കൂടുതലുണ്ടോ, തീവ്രത കുറവുണ്ടോ എന്നൊക്കെ പറയും. ഇതല്ലേ PK ശശിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ? PK ശശിയുടെ പീഡനത്തിന് തീവ്രത കുറഞ്ഞു പോയി എന്നാ പറഞ്ഞത്. തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കുറഞ്ഞ ഭൂകമ്പം എന്നൊക്കെ നമുക്ക് കേട്ടിക്കുന്നത്. പക്ഷേ CPM പറയുന്നത് തീവ്രത കുറഞ്ഞതാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം തീവ്രത കൂടിയതാണോ തീവ്രത കുറഞ്ഞതാണോ എന്നൊന്നും അന്വേഷിക്കാൻ ഏതായാലും സണ്ണി ജോസഫും KPCC ഭാരവാഹികളും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. അന്തംഗമ്മികളെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കോൺഗ്രസിനെ കണ്ട് പഠിക്കുക അന്തംഗമ്മികളെ. കാരണം ഈ കാര്യത്തിൽ കേട്ടോ, ഞാൻ കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തതൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. നിങ്ങളെന്താണ് ചെയ്തത്? ഇത് ചോദിക്കാനുള്ള ആംബിയർ ധൈര്യം കോൺഗ്രസിന് ഇല്ല കേട്ടോ. കോൺഗ്രസിനില്ല. അവിടെ നിരന്നിരിക്കുന്നത് മുഴുവനും, അല്ലെ, സഖാക്കന്മാരുടെ ഇടയിൽ നിരന്നിരിക്കുന്നത് മുഴുവൻ MLA മുതൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ. പിന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല, അതിന് അങ്ങേപ്പുറത്തേക്ക് പോയാൽ മോശമാകും. കുടുംബ ബന്ധങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല കേട്ടോ. എല്ലാവരും കൈവിരൽ ചൂണ്ടിക്കൊണ്ട് നമുക്ക് പറയാം, ഒന്നാം നമ്പർ സ്ത്രീ പീഡകരാണ്. കേസുകൾ, കോടതി വ്യവഹാരങ്ങൾ, കോടതിയിൽ കോഴിക്കോട് CJM കോടതിയിലൊക്കെ പോയ പഴയ ഒരു ഗാർഹിക പീഡന പരാതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ആരും മറന്നിട്ടില്ല അന്തംഗമ്മികളെ. എന്നിട്ടാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മെയില് താമസിച്ചു പോയി, മെയിൽ ഒരു 3 ദിവസം താമസിച്ചു പോയി, അത് മറച്ചു വെച്ചു എന്നൊക്കെ പറയുന്നു. നിങ്ങൾ കാലാകാലം മുഴുവൻ മറച്ചു വെക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തുന്നത്. കാരണം കോൺഗ്രസ്സുകാർ ഇങ്ങനെ പഞ്ചപാവങ്ങളായി പോയി. ഈ രീതിയിൽ BJP-ക്കാരെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഇത്തിരി പേടിയുണ്ടാവും കേട്ടോ. കോൺഗ്രസ്സുകാര് പണ്ട് ഗാന്ധി പറഞ്ഞ പോലെ ഇടത്തെ കവിളത്ത് അടിച്ചു കഴിഞ്ഞാൽ വലത്തെ കവിളും കാട്ടിക്കൊടുക്കുന്ന ടീം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇടത്തെ കവിളത്ത് മാറി അടികൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ. അതായത് പണ്ട് നവകേരള സദസ്സിലെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടൊക്കെ തച്ച് പൊട്ടിക്കുകയായിരുന്നു, അല്ലേ? ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ടകൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ അടിയായിരുന്നു. ഈ അടികളൊക്കെ ഏറ്റുവാങ്ങിയ കോൺഗ്രസ്സുകാരെ ഇപ്പതാ സ്ത്രീ പീഡനത്തിന്റെ ആ അപമാന ഭാരം കൊണ്ട് ഇവരിങ്ങനെ എന്താ പറയാ പതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അമ്പലക്കൊള്ള കിഫ്ബി തട്ടിപ്പ്, അല്ലെ, മസാല ബോണ്ട് തട്ടിപ്പ്. പക്ഷേ പറയുന്നത് മുഴുവൻ എന്താണ്? നിങ്ങൾ സ്ത്രീ പീഡകർ, സൈക്കോപാത്തുകൾ. കോടതി പറയട്ടെ. കോടതികൾ ഒരു കോടതിയല്ലല്ലോ, ഇതിന്റെ മേലെ പല കോടതികളുണ്ട്. പല കോടതികളിലും പോട്ടെ, അവസാനം അന്തിമ വിധി വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്നിട്ട് രാഹുലിനെ കുറ്റപ്പെടുത്താം. വെയിറ്റ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഏതായാലും രാഹുലിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മേയർ ആര്യയെയും സച്ചിൻ ദേവ് MLA-യെയും ഒഴിവാക്കി കുറ്റപത്രം എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ വർഷമായിരുന്നു, അല്ലെ, ഒരു യദു എന്ന് പേരായ ഒരു ഡ്രൈവർ, ഒരു എംപാനൽ ഡ്രൈവർ KSRTC-ലെ അദ്ദേഹം ബസ് ഓടിച്ചു പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേയർ ആര്യ രാജേന്ദ്രനും അറിയാലോ, തിരുവനന്തപുരത്തിന്റെ മേയർ പ്രാവശ്യം സീറ്റില്ല കേട്ടോ. സീറ്റ് കൊടുത്തിട്ടില്ല. സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടുമെന്നറിയാവുന്നതുകൊണ്ട് സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ മേയർ ആര്യ രാജേന്ദ്രനും ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് കോഴിക്കോട്ടിന്റെ MLA ആണ് കേട്ടോ. ഈ MLA സച്ചിൻ ദേവും കുടുംബാംഗങ്ങളുമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആര്യ രാജേന്ദ്രൻ പറയാ, ആരാ KSRTC ഒക്കെ
സൈഡ് കൊടുക്കണം. KSRTC സൈഡ് കൊടുക്കണം. ഹോൺ അടിച്ചിട്ട് സൈഡ് കൊടുത്തില്ല അത്രേ. ആര്? ഈ യദു എന്ന് പറയുന്ന ഡ്രൈവർ. യദു പറയുന്നത് സൈഡ് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് മുമ്പ് പോയി ബസ് നിർത്തിയപ്പോൾ ഓവർടേക്ക് ചെയ്തു വന്ന് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു വന്ന് ബസ്സിന്റെ മുന്നിൽ ക്രോസ് ആയിട്ട് നിർത്തി ചാടി കയറി ഡ്രൈവറുടെ ക്യാബിനിലേക്ക് ചാടി കയറി ഡ്രൈവറെ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, അസഭ്യം പറഞ്ഞു. ഈ പറയുന്ന സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLA യും ആര്യ രാജേന്ദ്രനും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ട ദൃശ്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇപ്പതാ കുറ്റപത്രം വന്നിരിക്കുന്നു. അതിൽ ആര്യ രാജേന്ദ്രൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല, സച്ചിൻ ദേവ് ഒരു കുറ്റം ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തതാരാണ്? കുറ്റം ചെയ്തത് യദു എന്ന് പറയുന്ന പാവപ്പെട്ട ഡ്രൈവറാണ്. അയാളുടെ പണി പോയി കിട്ടി, അത്രമാത്രം. അതിന്റെ ഇവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പെൻഡ്രൈവ്, ഈ CCTV ക്യാമറകളുടെ പെൻഡ്രൈവ് കാണാനില്ല, അത് കൈവശപ്പെടുത്തി. ഇതാണ് പിണറായിയുടെ ഭരണം കേട്ടോ. പിണറായിയുടെ ഭരണത്തിന് കീഴിൽ സാധാരണക്കാർക്ക് നീതി കിട്ടില്ല എന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കെ ഈ വാർത്ത തെളിവാകുകയാണ്. നിങ്ങൾ 9-ാം തീയതിയും 11-ാം തീയതിയും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട വോട്ടർമാരെ, നിങ്ങൾ ആലോചിക്കണം. പിണറായിയുടെ ഭരണത്തിൽ, CPM-ന്റെ ഭരണത്തിൽ സാധാരണക്കാർക്ക് നീതി കിട്ടില്ല കേട്ടോ. സാധാരണക്കാരനായ യദു ജോലി നഷ്ടപ്പെട്ട് ഇപ്പോഴിതാ അലയുകയാണ് കേട്ടോ. ആ യദുവിനെ തെറി പറഞ്ഞ, ആ യദുവിന്റെ ജോലി തടസ്സപ്പെടുത്തിയ MLA സച്ചിൻ ദേവും മേയർ ആര്യ രാജേന്ദ്രനും കുറ്റവിമുക്തരാണ്. കുറ്റവിമുക്തരല്ല, പ്രതിപ്പട്ടികയിൽ പേരില്ല, ഇവരൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് പിണറായിയുടെ പോലീസ് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ MLA-ക്കും ഇവിടുത്തെ മേയർക്കൊക്കെ എന്ത് അസഭ്യം വേണം പറയാം, എന്ത് അസഭ്യം വേണമെങ്കിലും സാധാരണക്കാരുടെ നേരെ പറയാം. സാധാരണക്കാരൻ മിണ്ടരുത്, കാരണം പിണറായി രാജാവാണ് ഭരിക്കുന്നത്.